ഹായ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു കിടിലൻ ആശയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് വേറെ എവിടുന്നുമില്ല, നെവിൽ ഗോദ്ദാർദിന്റെ പഠനങ്ങളിൽ നിന്ന് നേരിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളൊക്കെ വെറുതെ പകൽക്കിനാവ് കാണാറില്ലേ? ആ സ്വപ്നങ്ങളൊക്കെയാണ് നമ്മുടെ ഭാവിയെ ഉണ്ടാക്കുന്നതെങ്കിലോ? കൊള്ളാമല്ലേ? ഈ ഒരു ചിന്തയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ആശയത്തിന്റെ കാതൽ. അപ്പോൾ എന്താണ് ഈ സങ്കല്പ നിയമമെന്ന് വെച്ചാൽ, സംഭവം സിമ്പിളാണ്. നമ്മുടെ മനസ്സിനുണ്ടല്ലോ, ശരിക്കും നടന്നൊരു കാര്യവും നമ്മൾ ഭയങ്കരമായിട്ട് ഭാവനയിൽ കണ്ടൊരു കാര്യവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല. രണ്ടും അതിന് ഒരുപോലെയാണ്. അപ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ? നമ്മുടെ ജീവിതം മാറ്റാൻ പുറത്തുള്ളതൊന്നും മാറ്റാൻ പോണ്ട, നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങൾ, ആ സങ്കല്പങ്ങൾ, അതൊന്നും മാറ്റിയാൽ മതി. അത്രയുള്ളൂ. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എനിക്കറിയാം. അങ്ങനെയൊക്കെ നടക്കുവോ എന്നല്ലേ? അതൊരു സ്വാഭാവികമായ സംശയമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വെറുതെ വിശ്വസിക്കാൻ പറയുന്നില്ല. പകരം ഇത് സത്യമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ പരീക്ഷിച്ചു നോക്കാൻ ഒരു അടിപൊളി വഴിയുണ്ട്. അതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. ഒരു സിമ്പിൾ ടെസ്റ്റ്. അതിന്റെ പേരാണ് ലാഡർ ടെക്നിക്, അല്ലെങ്കിൽ ഏണി സങ്കേതം. ഇത് നിങ്ങളുടെ ഭാവനയ്ക്ക് എന്തുമാത്രം ശക്തിയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തെളിയിക്കാനുള്ള ഒരു സിമ്പിൾ ടെസ്റ്റാണ്. നമ്മുടെയൊക്കെ തലച്ചോറിനകത്തൊരാളുണ്ടല്ലോ, ഇതൊന്നും നടക്കില്ലാന്നെപ്പോഴും പറയുന്ന ആള്. ആ ലോജിക്കൽ മൈൻഡിനെ ഒന്ന് സൈഡാക്കിയിട്ട് ഭാവനയുടെ പവർ നേരിട്ട് കാണാൻ ഈ ടെക്നിക് നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ ടെക്നിക്ക് വെച്ച് ഭാവനയ്ക്ക് ശക്തിയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ലെവലിലേക്ക് പോകാം. നമ്മുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഏറ്റവും കൂടുതൽ റിസപ്റ്റീവ് ആയിരിക്കുന്ന ഒരു സമയമുണ്ട്. അത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള ആ നിമിഷങ്ങളാണ്. ആ ഒരു ഗോൾഡൻ ടൈം എങ്ങനെ വലിയ മാറ്റങ്ങൾക്കായിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനുള്ള ആദ്യത്തെ ടെക്നിക്കാണ് സാറ്റ്സ്, അതായത് സ്റ്റേറ്റ് അക്കിൻ ടു സ്ലീപ്പ്. ഇത് നെവിൽ ഗോദ്ദാറിന്റെ ടെക്നിക്കുകളിലെ ഒരു മാസ്റ്റർ പീസാണെന്നാണ് പറയുന്നത്. നമ്മൾ ഉറക്കത്തിലേക്ക് ഇങ്ങനെ വഴുതി വീഴാൻ പോകുന്ന ഒരു അവസ്ഥയില്ലേ, ഒരു മയക്കം. ആ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു സ്പോഞ്ച് പോലെയാ. എന്തു കൊടുത്താലും അതങ്ങ് വലിച്ചെടുക്കും. ആ ഒരു അവസരമാണ് നമ്മളിവിടെ മുതലാക്കാൻ പോകുന്നത്. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ആദ്യം ശരീരം നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന ഒരു കുഞ്ഞു സീൻ, ഒരു 5 സെക്കൻഡ് മതി. അത് മനസ്സിലിങ്ങനെ ലൂപ്പ് ചെയ്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. റിപ്പീറ്റ് അടിച്ച് കാണുക. സിനിമയിലൊരു പ്രധാനപ്പെട്ട രംഗം പോലെ. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ അഭിനന്ദിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയ കാറിൻ്റെ താക്കോൽ കയ്യിൽ കിട്ടുന്നതായിരിക്കാം. ആ ഒരു ഫീല് മനസ്സിൽ നിർത്തിക്കൊണ്ട് മെല്ലെ ഉറക്കത്തിലേക്കങ്ങ് പോവുക. പക്ഷേ ഇവിടെയാണ് ശരിക്കുള്ള കളി. വെറുതെ ഒരു സിനിമ കാണുന്ന പോലെ കണ്ടാൽ പോരാ, അത് ശരിക്കും അനുഭവിക്കണം. നിങ്ങൾക്ക് വേണ്ടത് ഒരു പുതിയ കാറാണെങ്കിൽ കണ്ണടച്ചിരിക്കുമ്പോൾ അതിൻ്റെ ആ പുത്തൻ ലെതർ സീറ്റിൻ്റെ മണം കിട്ടണം. സ്റ്റിയറിംഗ് വീലിൽ കൈവയ്ക്കുമ്പോഴുള്ള ആ ഒരു ഫീൽ, എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സൗണ്ട് എല്ലാം റിയലായിട്ട് ഫീൽ ചെയ്യണം. നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളെയും ആ ഭാവനയിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുക, ഇത് ശരിക്കും നടന്നു എന്ന്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയൊരു ടെക്നിക്കാണ്, പുനരവലോകന സങ്കേതം, അല്ലെങ്കിൽ റിവിഷൻ ടെക്നിക്. നെവില് പറയുന്നതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭൂതകാലം, അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ, അതൊന്നും കല്ലിൽ കൊത്തിവെച്ച പോലെയല്ലത്രേ. നമുക്കതിനെ മാറ്റിയെഴുതാൻ പറ്റും. എന്തിയാണെന്നോ? നമ്മുടെ ഭാവിയെ മാറ്റാൻ. എങ്ങനെയെന്നല്ലേ? നമുക്ക് നോക്കാം. ഇതൊരു ഭയങ്കര പവർഫുൾ ടൂളാണ്. ശ്രദ്ധിച്ചു കേട്ടോ. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ചോ? ഒരു വഴക്ക്, അല്ലെങ്കിൽ ഒരു മോശം മീറ്റിംഗ്, എന്തോ ആയിക്കോട്ടെ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ സംഭവം ഒന്നുകൂടി മനസ്സിലോർക്കുക. എന്നിട്ട് ആ സീൻ അങ്ങ് റീറൈറ്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണോ അത് നടക്കാൻ ആഗ്രഹിച്ചത് അതുപോലെ ഭാവനയിൽ കാണുക. ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റിയെഴുതുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇന്നത്തെ ഒരു ബിസിനസ് മീറ്റിംഗ് അത്ര നന്നായി പോയില്ലെന്ന് വയ്ക്കുക. രാത്രി കിടക്കുമ്പോൾ ആ മീറ്റിംഗ് വീണ്ടും മനസ്സിൽ കാണുക. പക്ഷേ ഇത്തവണ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസോട് സംസാരിക്കുന്നതായും നിങ്ങളുടെ ഐഡിയ കേട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതായും കാണുക. ഇതിന്റെ ലക്ഷ്യമെന്താണെന്നറിയോ? ആ പരാജയത്തിന്റെ ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് വിശ്വാസമായിട്ട് ഉറച്ചു പോകാതെ നോക്കലാണ്. ആ സംഭവം നടന്നില്ല, പകരം നല്ലതാണ് നടന്നത് എന്ന് നമ്മൾ ഉപബോധ മനസ്സിനെ പഠിപ്പിക്കുകയാണ്. സിമ്പിൾ. ശരി, അപ്പോൾ രാത്രിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ പകൽ സമയത്തും നമ്മുടെ മനസ്സ് പോസിറ്റീവായി ട്യൂൺ ചെയ്തു വെക്കണ്ടേ? ദിവസം മുഴുവൻ ആ ഒരു വൈബ് നിലനിർത്താൻ എന്ത് ചെയ്യാമെന്ന് നോക്കാം. എല്ലാവർക്കും എപ്പോഴും ഇങ്ങനെ ഭാവനയിൽ കാര്യങ്ങൾ വ്യക്തമായി കാണാൻ പറ്റിയെന്ന് വരില്ല, അല്ലേ? ചിലപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, അല്ലെങ്കിൽ ടെൻഷനായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി വളരെ സിമ്പിളും എന്നാൽ ഭയങ്കര പവർഫുള്ളുമായ ഒരു ടെക്നിക്കുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ. എന്തൊരു അത്ഭുതം എന്നൊരു വാചകം മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വെറുതൊരു വാക്കായിട്ടല്ല കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ വലുതെന്തോ സംഭവിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷം, ഒരു ആശ്വാസം, ആ ഒരു ഫീൽ ആ വാക്കുകൾ കൊണ്ടുവരണം. ഇവിടെ നമ്മളൊരു പ്രത്യേക കാര്യത്തിലല്ല ശ്രദ്ധിക്കുന്നത്, പകരം ആഗ്രഹം സഫലമായി കഴിഞ്ഞാലുള്ള ആ ഒരു അടിപൊളി ഫീലിംഗിലാണ്. ആ ഫീലിംഗിലാണ് മാജിക്. അല്ലെങ്കിൽ ഇതാ,
ഈ ഒരൊറ്റ വാക്ക്, നന്ദി, നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് പ്രപഞ്ചത്തോട് പറയാൻ പറ്റിയ ഏറ്റവും പവർഫുൾ വാക്കാണിത്. എല്ലാം കിട്ടിക്കഴിഞ്ഞ ഒരാളുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു നന്ദി, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അതാണ് ഈ ടെക്നിക്കിന്റെ പവർ. നമ്മൾ ആരും ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാറില്ല, അല്ലേ? മനസ്സിലെപ്പോഴും നമ്മളോട് തന്നെ എന്തെങ്കിലും സംസാരം ഉണ്ടാവും. ഇതിനെ നെവിൽ ഗൊദാർദ് മെന്റൽ ഡയറ്റ് അഥവാ മാനസിക ആഹാരം എന്നാണ് വിളിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം പോലെ തന്നെ പ്രധാനമാണ് ഈ മാനസിക ആഹാരവും. കാരണം ഈ സ്വയം സംസാരങ്ങളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വച്ചാൽ നമ്മുടെ ഈ മെന്റൽ ഡയറ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ദിവസം മുഴുവൻ നിങ്ങൾ നിങ്ങളോട് തന്നെ എന്താ പറയുന്നേ? എന്റെ കയ്യിൽ പൈസയില്ല, ഞാൻ ഭയങ്കര ടയർഡാണ് എന്നൊക്കെയാണോ? ആണെങ്കിൽ അതിനെ പിടികൂടി ബോധപൂർവം മാറ്റണം. എനിക്ക് പണമില്ല എന്ന ചിന്ത വരുമ്പോൾ തന്നെ സ്റ്റോപ്പ്, എന്നിട്ട് അതിനെ തിരുത്തി പറയുക, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ട പണം എന്നിലേക്ക് എപ്പോഴും വരുന്നുണ്ട് എന്ന്. ഇതിനെ നമുക്ക് കുറച്ചുകൂടി രസകരമാക്കാം. മറ്റൊരാൾ നിങ്ങളെ അഭിനന്ദിക്കുന്നതായി സങ്കല്പിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫ്രണ്ട് നിങ്ങളെ വിളിച്ചു പറയാണ്, ഡാ, നിന്റെ പുതിയ ബിസിനസ് ഇത്രയും സക്സസ് ആയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ വളരെ കാഷ്വലായിട്ട് മറുപടി പറയുന്നു, ഏയ് അതോ, അത് ഞാൻ വിചാരിച്ചതിലും നന്നായി പോയി. ഇത് കേൾക്കുന്നതായി സങ്കല്പിക്കുക. ഇവിടുത്തെ ട്രിക്ക് എന്താണെന്നറിയോ? നിങ്ങളുടെ വിജയം ഒരു പുതിയ സംഭവമായിട്ടല്ല, അത് പണ്ടേ നടന്നു കഴിഞ്ഞ ഒരു പഴയ വാർത്തയാണ് എന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ടെക്നിക്കുകൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതെല്ലാം ശരിക്ക് വർക്കാവണമെങ്കിൽ ഒരൊറ്റ കാര്യമുണ്ട്, ഒരു സുവർണ നിയമം. ഇതാണ് എല്ലാത്തിൻ്റെയും ബേസ്. ഇത് ചെയ്തില്ലെങ്കിൽ ബാക്കിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. നിങ്ങളുടെ കൺമുന്നിലുള്ള റിയാലിറ്റി, നിങ്ങളുടെ കണ്ണ്, മൂക്ക്, ചെവിയൊക്കെ വെച്ച് നിങ്ങൾ അറിയുന്ന ഇപ്പോഴത്തെ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി അവഗണിക്കുക. കേൾക്കുമ്പോൾ കുറച്ച് ഓവറായിട്ട് തോന്നാം, അല്ലേ? പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ പണമില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ മാനസികമായി ജീവിക്കേണ്ടത് നിങ്ങൾ സാമ്പത്തികമായി സുരക്ഷിതനാണ് എന്ന അവസ്ഥയിലാണ്. പുറത്തുള്ള ലോകം എന്തൊക്കെ തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടിട്ടാലും അതൊന്നും കാര്യമാക്കാതെ നിങ്ങളുടെ ഉള്ളിലെ പുതിയ യാഥാർത്ഥ്യത്തിൽ അങ്ങുറച്ചു നിൽക്കുക. സ്ഥിരമായിട്ട് ആ ഭാവനയിൽ ജീവിക്കുക. ഇതിനെയാണ് നമ്മൾ കാഴ്ച കൊണ്ടല്ല വിശ്വാസം കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. ശരി, ഇപ്പോൾ ഇത്രയും ടെക്നിക്കുകൾ കേട്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാനും സാധ്യതയുണ്ട്. ഇതിലേതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്ന്. പേടിക്കണ്ട, നിങ്ങൾക്ക് ഏറ്റവും പറ്റിയത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ ഇതാ ഒരു ചെറിയ ഗൈഡ്. അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു തുടക്കക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊക്കെ സംശയം ഉണ്ടെങ്കിൽ, ലാഡർ ടെക്നിക്ക് വെച്ച് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരും. ഇനി നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിലുള്ള മാറ്റങ്ങളാണ് വേണ്ടതെങ്കിൽ SRTs ആണ് ബെസ്റ്റ്. പഴയകാലത്തെ മോശം ഓർമ്മകളോ പരാജയങ്ങളോ ഒക്കെ മനസ്സിൽ നിന്ന് കളയണമെന്നുണ്ടെങ്കിൽ റിവിഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം. ഇനി ദിവസം മുഴുവൻ ഒരു പോസിറ്റീവ് മെന്റൽ സ്റ്റേറ്റിൽ നിൽക്കാനാണെങ്കിൽ ആന്തരിക സംഭാഷണങ്ങൾ ഒരു ശീലമാക്കുന്നതാണ് നല്ലത്. നോക്കൂ, നിങ്ങളുടെ ഭാവന ഒരു ഭയങ്കര പവർ ഹൗസാണ്. നിങ്ങൾ എന്ത് നിർദ്ദേശം കൊടുക്കുന്നോ അത് യാഥാർത്ഥ്യമാക്കാൻ റെഡിയായിട്ട് അത് കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളുടെ ഭാവനയോട് എന്താണ് പറയാൻ പോകുന്നത്?